ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അവഗണിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് MK രാഘവൻ MP. കേരളത്തിലെ ഏറ്റവും മലിനമായ പുഴയായി കല്ലായിപ്പുഴ മാറിയെന്ന പഠന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിന്റെ ചരിത്രം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. ആർത്രോസ്കോപ്പിക് സർജൻമാരുടെ ഈ വർഷത്തെ അക്കാദമിക പരിപാടികൾ ജൂലൈ 13-14 തീയതികളിൽ ഹോട്ടൽ താജിൽ നടക്കും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. അവഗണിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് MK രാഘവൻ MP. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. സ്വകാര്യ ഫാർമസിസ്റ്റ് അസോസിയേഷൻ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. ജീവൻ രക്ഷാ മരുന്ന് കൈകാര്യം ചെയ്യുന്ന 90,000 രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുമാർ കേരളത്തിൽ മാത്രമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗികളുടെ മരുന്ന് വിതരണം, ദുരിതാശ്വാസ മേഖലയിലെ സേവനം എന്നിവിടങ്ങളിൽ ഫാർമസിസ്റ്റുകൾ സേവന പ്രവർത്തനത്തിന് തയ്യാറായിട്ടും സർക്കാർ ഈ വിഭാഗത്തെ അവഗണിക്കുകയാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വലിയ പരിഗണനയാണ് ഫാർമസിസ്റ്റുകൾക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പരിഗണന ഫാർമസിസ്റ്റുകൾക്ക് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ അതിന്റെ ലീഡർഷിപ്പിന് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നിർബന്ധമായും നിങ്ങൾ ഈ ഒരു സിസ്റ്റം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സംസ്ഥാന ഗവൺമെന്റിനോട് നേരത്തെ സൂചിപ്പിച്ച പോലെ നോട്ടിഫിക്കേഷൻ വന്നുവെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല, നടപ്പിലാക്കിയിട്ടില്ല. അത് അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് നടപ്പിലാക്കണം. ജീവൻ രക്ഷാ മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള മേഖലയായതുകൊണ്ട് ഫാർമസിസ്റ്റുകളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലഭിക്കേണ്ടുന്ന പരിഗണന ലഭിക്കാൻ കൂടി ഈ ഒരു നടപടിക്രമം സ്വീകരിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഈ സംഘടനയും നിങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഒരിക്കൽ കൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പരിപാടിയിൽ KPPA സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് അധ്യക്ഷനായിരുന്നു. ഫാർമസി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VJ റിയാസ്, കൗൺസിൽ അംഗങ്ങളായ TR ദിലീപ് കുമാർ, KP സണ്ണി, A ജാസ്മി മോൾ, TV നവജി, ചെറിയന്നൂർ രാജീവ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും മലിനമായ പുഴയായി കല്ലായിപ്പുഴ മാറിയെന്ന പഠന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മുഴുവൻ മാലിന്യങ്ങളും പുഴയിലേക്ക് ഒഴുക്കിവിടുന്നവരും പുഴ കയ്യേറുന്നവരും കാലങ്ങളോളം പുഴ സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കാത്തതുമാണ് കല്ലായിപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിച്ച് മലിനീകരണ തോത് കണക്കാക്കുന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിരക്ക് കല്ലായിപ്പുഴയിൽ ലിറ്ററിൽ 12.8 മില്ലിഗ്രാം വരെയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അനുവദനീയ പരിധി 3 മില്ലിഗ്രാം മാത്രമാണ്. വിസർജ്യത്തിന്റെ തോതും കല്ലായിപ്പുഴയിൽ അനുവദനീയമായ പരിധിക്കും അപ്പുറത്താണ്. കല്ലായിപ്പുഴയിൽ 2022 അനുവദനീയ പരിധിയിലായിരുന്ന BOD തോത് ഒരു വർഷം കൊണ്ട് 4 ഇരട്ടിയിലേറെ വർദ്ധിച്ചു. അതേസമയം FC കൗണ്ട് 2022 അപേക്ഷിച്ച് 2023 കുറഞ്ഞു. നഗരത്തിലൂടെ ആകെയുള്ള പുഴയാണ് കല്ലായിപ്പുഴ. ഈ പുഴയാണ് നഗരത്തിന്റെ സകല മാലിന്യങ്ങളും അറബിക്കടലിലേക്ക് ഒഴുക്കുന്നത്. കല്ലായിപ്പുഴയിൽ 2 മീറ്റർ ഉയരത്തിലും 3 കിലോമീറ്റർ നീളത്തിലും ചെളി അടിഞ്ഞുകിടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ചെളി നീക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. ഇതുവരെയും ഒരു പാട്ട ചളി പോലും നദിയിൽ നിന്നും നീക്കിയിട്ടില്ല.
ഇറിഗേഷൻ വകുപ്പ് ആചാരം പോലെ എല്ലാ വർഷവും കരാർ വിളിക്കുന്നുണ്ട്. ഇതുവരെയും 6 തവണ ടെൻഡർ വിളിച്ചു. കല്ലായിപ്പുഴയോരത്തെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി ജണ്ടകൾ സ്ഥാപിച്ചെങ്കിലും പലരും സൗകര്യപൂർവ്വം ജണ്ടകൾക്ക് മുകളിലൂടെ മതിലുകൾ കെട്ടി. ചിലർ ജണ്ട അസ്ഥിവാരമാക്കി അതിനു മുകളിൽ കെട്ടിടമുണ്ടാക്കി. പുഴയുടെ വീതി കുറഞ്ഞു, ഒഴുക്കും കുറഞ്ഞു. ഇതാണ് പുഴയെ നാശത്തിലേക്ക് നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിന്റെ ചരിത്രം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. സംസ്കൃതി ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ജൂലൈ 13-ന് താളി സാമൂതിരി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് 2023 മാർച്ച് 16-ാം തീയതിയാണ്. ട്രസ്റ്റിന് 50 അംഗങ്ങളുള്ളത്. 9 പേരും ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർമാരാണ്. 3 പേര് പ്രിൻസിപ്പൽമാരും ബാക്കി 6 പേര് പ്രൊഫസർമാരുമാണ്. ആദ്യത്തെ ഇത് കോവിഡ് കാലത്ത് രൂപപ്പെട്ട ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ പുസ്തകം ഇറക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്. ഗുരുവായൂരപ്പൻ കോളേജിന് ഏകദേശം 150 കൊല്ലത്തോളം പഴക്കമുണ്ട്. ഏകദേശം 2027 150 കൊല്ലം കഴിയും. അതിന് മുന്നോടിയായിട്ട് ഇത് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ച പഴയകാലത്തുള്ള കൃഷ്ണമേനോൻ മുതൽക്ക് KP കൃഷ്ണൻ അങ്ങനെ എല്ലാവരെ പറ്റി ഈ പുസ്തകത്തിലുണ്ട്. പുസ്തകം 560 പേജുണ്ട്. 950 റുപ്പീസാണ് ഇതിന്റെ വില. 750 അങ്ങനത്തെ വിദ്യാർത്ഥി എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതാണ് പുസ്തകം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആർത്രോസ്കോപ്പിക് സർജൻമാരുടെ ഈ വർഷത്തെ അക്കാദമിക പരിപാടികൾ ജൂലൈ 13-14 തീയതികളിൽ ഹോട്ടൽ താജിൽ വെച്ച് നടക്കും. 13-ന് രാവിലെ ADGP S. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്യും. ആർത്രോസ്കോപ്പി ചെയ്യുന്ന സർജൻസിന്റെ ഒരു ഓർഗനൈസേഷനാണ്. ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കീഹോൾ സർജറി, എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ, മിനിമലി ഇൻവേസീവ് സർജറി ഓഫ് ജോയിന്റ്സ്, അതിനാണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എസെൻഷ്യലി നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്പോർട്സ് ഇഞ്ചുറീസ് ആണ് അധികം വരുന്നത്. അല്ലാത്ത ഇൻഡിക്കേഷൻസ് ഉണ്ട്, പക്ഷെ മെജോറിറ്റി ബൾക്ക് ഓഫ് ദി വർക്ക് സ്പോർട്സ് ഇഞ്ചുറീസ് ആണ്. അപ്പൊ ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ട്രീറ്റ് ചെയ്യുന്ന ആർത്രോസ്കോപ്പിക്കലി ട്രീറ്റ് ചെയ്യുന്ന സർജൻസിന്റെ ഒരു ഓർഗനൈസേഷൻ. ഇതിന്റെ ഒരു പാരന്റ് ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്ത്യൻ ആർത്രോസ്കോപ്പിക് സൊസൈറ്റി എന്നുള്ള IAS ഇന്ത്യയിൽ. ഇറ്റ്സ് എ നാഷണൽ ഓർഗനൈസേഷൻ. അതിന്റെ ഒരു സ്റ്റേറ്റ് ചാപ്റ്റർ ആണ് ഈ അസോസിയേഷൻ ഓഫ് ആർത്രോസ്കോപ്പിക് സർജൻസ് ഒക്കെ. അപ്പൊ ഈ ഓർഗനൈസേഷൻ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ് വിത്ത് ഇറ്റ്സ് ഓൺ ബൈലോസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 200 മെമ്പേഴ്സ് ഉണ്ടാവും ഫ്രം ഓൾ ഓവർ കേരള സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ഫ്രം adjacent സ്റ്റേറ്റ്സ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കോൺഫറൻസ് ആണ്, ഒരു അക്കാഡമിക് കോൺഫറൻസ്. ഈ യങ്ങർ സർജൻസിന് ആർത്രോസ്കോപ്പി എന്താണ്, പിന്നെ അതിന്റെ ട്രെയിനിങ്, ഫൈനൽ പോയിന്റ്സ് പഠിപ്പിക്കാനും, പിന്നെ senior surgeons will exchange our knowledge, our expertise, discuss difficult cases. അങ്ങനെ ഒരു മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണത്. അപ്പൊ ഞങ്ങളുടെ എൻറ്റയർ സ്റ്റേറ്റിന്റെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് ആണ് ഇപ്പൊ നടത്താൻ പോകുന്നത്. ദാറ്റ് ഇസ് ദിസ് 13th and 14th ഈ ശനി ഞായർ താജ്, കാലിക്കറ്റ് താജ് ഗേറ്റ്വേയിൽ വെച്ചിട്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര പോരാളികളെ പരിചയപ്പെടുത്തുന്ന ഈ മൊയ്തു മൗലവി സ്മാരക ദേശീയ മ്യൂസിയം നാശത്തിന്റെ വക്കിൽ. ബീച്ചിൽ കനോലി പാർക്കിലുള്ള മ്യൂസിയം കാട് പിടിച്ചു. അകത്തെ ചിത്രങ്ങളും രേഖകളും ഫർണിച്ചറുകളും നശിച്ചു. ഇരുമ്പ് സാധനങ്ങളും തുരുമ്പെടുത്തിട്ടുണ്ട്. മൊയ്തു മൗലവി സ്മാരക മ്യൂസിയത്തിലെ ക്യൂറേറ്റർ, ശുചീകരണ തൊഴിലാളി, വാച്ച്മാൻ, സൂക്ഷിപ്പുകാരൻ തുടങ്ങിയ ജോലികളെല്ലാം വെറും 6500 രൂപ മാസശമ്പളത്തിൽ ഒരാളാണ് ചെയ്യുന്നത്. മൊയ്തു മൗലവിക്ക് സ്മാരകം വേണമെന്ന ആശയം വന്നപ്പോൾ അത് സ്വാതന്ത്ര്യ സമര ചരിത്രം വിശദീകരിക്കുന്ന മ്യൂസിയം ആകണമെന്ന്
അന്നത്തെ കളക്ടറായിരുന്ന UKS ചൗഹാനാണ് അഭിപ്രായപ്പെട്ടത്. കോർപ്പറേഷൻ ഭരണം കൂടി കളക്ടറുടെ ചുമതലയുള്ള അവസരമായതിനാൽ കനോലി പാർക്കിൽ മ്യൂസിയം നിർമ്മിക്കാൻ അദ്ദേഹം തന്നെ സ്ഥലം കണ്ടെത്തി. പിന്നീട് സർക്കാരിൽ നിന്നും തുക അനുവദിച്ചു. അതിന് മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗം നിർമ്മിച്ചു. അത് കാടുപിടിച്ച് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി. കുറേ കാലം കഴിഞ്ഞാണ് വീണ്ടും പണം അനുവദിച്ചത്. ഒടുവിൽ 2011 MT വാസുദേവൻ നായർ മ്യൂസിയം നാടിന് സമർപ്പിച്ചു. MLA ചെയർമാനും PRD ഡെപ്യൂട്ടി ഡയറക്ടർ കൺവീനറുമായ കമ്മിറ്റിയാണ് മ്യൂസിയം നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. മൊയ്തു മൗലവി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അദ്ദേഹത്തിന് ലഭിച്ച താമ്രപത്രങ്ങൾ, കത്തുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിലേക്ക് മാറ്റി. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 82 ചിത്രങ്ങളും വിശദമായ അടിക്കുറിപ്പോടെ സ്ഥാപിച്ചു. ഇവയെല്ലാം മ്യൂസിയത്തിൽ നശിക്കുകയാണ്. സന്ദർശകർ കുറഞ്ഞതോടെ മ്യൂസിയത്തിൽ പെരുച്ചാഴികൾ കയറി തുടങ്ങി. മ്യൂസിയം നടത്തിപ്പിനുള്ള കമ്മിറ്റിയിൽ മേയർ, MP, MLA, കോർപ്പറേഷൻ സെക്രട്ടറി, പത്രപ്രവർത്തക പ്രതിനിധികൾ, PRD ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുണ്ടെങ്കിലും മ്യൂസിയം ഉണ്ടെന്ന വിവരം അധികമാർക്കും അറിയാത്ത അവസ്ഥയാണ്. മ്യൂസിയം നവീകരിക്കാൻ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ശ്രമങ്ങളും ഫലം കണ്ടില്ല. ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് അദ്ദേഹം മ്യൂസിയം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്ന കാര്യവും ആലോചിച്ചിരുന്നു. എന്നാൽ കോർപ്പറേഷൻ വക സ്ഥലമായതിനാൽ തടസ്സം വന്നു. സ്ഥലം കോർപ്പറേഷൻ വിട്ടു നൽകിയാൽ മ്യൂസിയം ഏറ്റെടുക്കാമെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറഞ്ഞതോടെ അതും മുടങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ 18ാം സ്ഥാപക ദിനാഘോഷങ്ങൾ ജൂലൈ 13-ന് കോഴിക്കോട്ട് നടക്കും. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും. 18ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് നളന്ദ ഓഡിറ്റോറിയത്തിലാണ്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ജുഡീഷ്യൽ മെമ്പറും ചെയർമാനുമായ ശ്രീ ബൈജുനാഥ് സാറാണ്. പിന്നെ വിജിലൻസ് DYSP സുനിൽ സാറിൻ്റെ മുഖ്യപ്രഭാഷണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മുതിർന്ന പൗരന്മാരെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകനും പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സോഷ്യോ വാസു അദ്ദേഹത്തെയാണ് ഞങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈ രണ്ടുപേരെയും ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇവിടെ ഹോം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ നമ്മൾ അനാഥ മന്ദിരം എന്ന് പറയാൻ പറ്റില്ല, അനാഥരല്ല എല്ലാവരും ഉള്ളവർ തന്നെയാണ്. അവിടുന്ന് ഒരു 5 ആളുകളെ ഇതിൻ്റെ കൂടെ ആദരിക്കുന്നുണ്ട്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്ഥാപക ദിനം ജൂലൈ 13-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ബൈജുനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. വിജിലൻസ് DYSP E സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും 102 വയസ്സ് പൂർത്തീകരിക്കുന്ന മുതിർന്ന പൊതുപ്രവർത്തകരുമായ സോഷ്യോ വാസുവിനെയും ആദരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാക് അക്രഡിറ്റേഷൻ നിറവിൽ നാഷണൽ ഫാർമസി കോളേജ്. ET മുഹമ്മദ് ബഷീർ MP KMCT ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജിത് വർമ്മയ്ക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി. മുക്കം KMCT മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ നാഷണൽ കോളേജ് ഓഫ് ഫാർമസിക്ക് നാക് A ഗ്രേഡ് നേടിയ സർട്ടിഫിക്കറ്റ് ET മുഹമ്മദ് ബഷീർ MP KMCT ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജിത് വർമ്മയ്ക്ക് കൈമാറി. KMCT സ്ഥാപക ചെയർമാൻ ഡോക്ടർ മൊയ്തു അധ്യക്ഷനായിരുന്നു. അഭിനേതാവ് ജയരാജ് വാര്യർ, KMCT ചെയർമാൻ ഡോക്ടർ നവാസ് KM, എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ഡോക്ടർ ആയിഷ നസ്രീൻ, സാഹിൽ മൊയ്തു, ആമിന യാസ്മിൻ,
സലീം കെഎൻ, പ്രൊഫസർ അഖിൽ ഹരി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. ഗുജറാത്ത് ഹാൻഡ്ലൂം ആൻഡ് ജ്വല്ലറി എക്സിബിഷൻ CSI ഹാളിൽ ആരംഭിച്ചു. ഡ്രസ് മെറ്റീരിയലുകളുടെയും ചെരുപ്പുകളുടെയും ആഭരണങ്ങളുടെയും ആകർഷകമായ ശേഖരം മേളയിലുണ്ട്. ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളും മേളയെ വ്യത്യസ്തമാക്കുന്നു. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, കുർത്തികൾ, കാർപ്പറ്റുകൾ, ജ്വല്ലറി, ഖാദി ഷർട്ടുകൾ, സ്യൂട്ട് പീസുകൾ, ജയ്പൂർ ഹാൻഡ് ബ്ലാക്ക് ഷർട്ടുകൾ, ഫുൽക്കാരി ദുപ്പട്ട, ജയ്പൂർ കിഡ്സ് ഡ്രസ്സുകൾ എന്നിവയുടെ വലിയ ശേഖരം മേളയിലുണ്ട്. ചെന്നൈ പട്ടണ ടോയ്സ്, ഹാൻഡ്മെയ്ഡ് മാറ്റുകൾ, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കാന്ത വർക്കുകൾ, കൊച്ചാമ്പള്ളി സാരികൾ, ജയ്പൂർ ഡ്രസ്സുകൾ, ഹോം ഡെക്കറേറ്റീവ്സ്, രാജസ്ഥാൻ ചപ്പലുകൾ, കൊൽക്കത്തയിൽ നിന്നുള്ള ബാഗുകൾ, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, ജയ്പൂരിൽ നിന്നുള്ള പ്രശസ്തമായ സ്റ്റോൺ ജ്വല്ലറികൾ എന്നിവയും മേളയിലുണ്ട്. ജ്വല്ലറികൾക്ക് 10% ഓഫും ഹാൻഡ്ലൂമുകൾക്ക് 20% ഓഫും ഉപഭോക്താക്കൾക്കായി പ്രദർശനത്തിൽ നൽകുന്നു. ഗുജറാത്തി ജ്വല്ലറി, ഷർട്ട്, കുർത്തീസ്, ഒരുപാട് ബെഡ്ഷീറ്റുകളുണ്ട്. നല്ല വെറൈറ്റി ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടും. വിൽപ്പനയിലും അതിമനോഹരമായ ഹാൻഡ് എംബ്രോയ്ഡറി പ്രോഡക്ട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, അത്യധികം വിപുലമായ ജ്വല്ലറി ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. ജയ്പൂർ, വെസ്റ്റ് ബംഗാൾ, ഭഗൽപൂർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൈത്തറി, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളാണ് മേളയുടെ മുഖ്യ ആകർഷണം. വൈവിധ്യങ്ങളായ പല ഉൽപ്പന്നങ്ങളും നിറഞ്ഞ ഒരു മേളയാണിത്. ഇവിടെ പലതരം ഡ്രസ് മെറ്റീരിയലുകളും യുവതലമുറയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും കാർപ്പറ്റുകളും എല്ലാം ഇവിടെ നമുക്ക് ലഭിക്കും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കാർപ്പറ്റും അതുപോലുള്ള ഡ്രസ് മെറ്റീരിയലുകളും എല്ലാം വളരെ ക്വാളിറ്റി ഉള്ളതാണ്. മാനാഞ്ചിറ CSI ഹാളിൽ ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് പ്രദർശനത്തിലേക്കുള്ള പ്രവേശനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ A. രത്നാകരന് ദേശപോഷിണി പബ്ലിക് ലൈബ്രറി ആദരമൊരുക്കി. ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി നടനും സംവിധായകനുമായ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ AK രമേശ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. സുരേഷ് ബാബു, നാടകകൃത്ത് സതീഷ് K. സതീഷ്, നാടകപ്രവർത്തകയും നടിയുമായ അജിത നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശപോഷിണി പബ്ലിക് ലൈബ്രറി സെക്രട്ടറി സന്തോഷ് കുമാർ P, പ്രസിഡന്റ് K. യതീന്ദ്രൻ, കലാസമിതി സെക്രട്ടറി TP പ്രശാന്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശാസ്ത്ര വിഷയങ്ങളിൽ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുവാനായി IIT മദ്രാസിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ ടെൻസേഴ്സ് ജൂനിയർ ഒളിമ്പ്യാഡ് പരീക്ഷ സംഘടിപ്പിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പരീക്ഷയിൽ ശാസ്ത്രാഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള മാർഗനിർദ്ദേശവും സ്കോളർഷിപ്പും നൽകും. 5 മുതൽ 10 വരെ ക്ലാസ്സുകാർക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരീക്ഷ എഴുതാം. പരീക്ഷാർത്ഥികൾക്ക് www.olympiad.tensors.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ഓരോ ക്ലാസ്സിലെയും ആദ്യ 3 സ്ഥാനക്കാർക്ക് IIT മദ്രാസ് സന്ദർശിക്കാനുള്ള അവസരവും 2 ലക്ഷത്തോളം രൂപ വരുന്ന ക്യാഷ് പ്രൈസും സമ്മാനമായി നൽകും. വാർത്താസമ്മേളനത്തിൽ കൂട്ടായ്മ ഭാരവാഹികളായ ആദിൽ, റയീസ്, കൈഫ്, അവന്തിക്, അനൻ എന്നിവർ പങ്കെടുത്തു. വായന പക്ഷാചരണ സമാപന ദിനത്തിൽ തിരുത്തിയാട് ദേവി സഹായം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സംസ്ഥാന കൗൺസിൽ പ്രഥമ സെക്രട്ടറിയും പത്രപ്രവർത്തകനുമായിരുന്ന IV ദാസിനെ അനുസ്മരിക്കുകയും വായനശാല നടത്തിയ ചങ്ങാതിക്കൂട്ടം പരിപാടിയിൽ പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് T. പ്രേംനാഥിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുരേന്ദ്രനാഥൻ അനുസ്മരണ പ്രസംഗം നടത്തി. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M. ദയാനന്ദൻ,
ശ്രീധരൻ കുറുങ്ങോട്, CM ഗോപാലകൃഷ്ണൻ, ബാലവേദി പ്രസിഡന്റ് ദേവ് തേജസ് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി P. ശിവാനന്ദൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി NK രാജൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവഗണിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് MK രാഘവൻ MP. കേരളത്തിലെ ഏറ്റവും മലിനമായ പുഴയായി കല്ലായിപ്പുഴ മാറിയെന്ന പഠന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിന്റെ ചരിത്രം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. ആർത്രോസ്കോപ്പിക് സർജൻമാരുടെ ഈ വർഷത്തെ അക്കാദമിക പരിപാടികൾ ജൂലൈ 13-14 തീയതികളിൽ ഹോട്ടൽ താജിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.